വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാൻസിഷൻ. സോ നമുക്കൊരു ഡിവ് എഴുതാം. സോ സിമ്പിൾ ഒരു ഡിവ് എഴുതിയിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഒരു ഒരു ഔട്ടർ ഡിവ് എന്ന് കൊടുക്കാം. ഔട്ടർ ഡിവ്. സോ ഡോട്ട് ഔട്ടർ ഡിവ്. നമുക്കൊരു വിഡ്ത്ത് ഒരു 50 വേണ്ട, നമുക്കൊരു 100 ഇരുന്നോട്ടെ. 100 px. ഹൈറ്റ് ഒരു 100 px. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു റെഡ് എന്ന് കൊടുക്കാം. സോ ഡിവ് റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇത് ഹോവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാം, ട്രാൻസിഷൻസ് വർക്കാക്കാം. ഇപ്പോൾ നമുക്കൊരു വിഡ്ത്ത് കൂട്ടാം ഹോവർ ചെയ്യുമ്പോൾ. സോ നമുക്ക് ഹോവർ എന്ന് പറഞ്ഞാൽ ഒരു സുഡോ ക്ലാസ് ആണ്. സുഡോ ക്ലാസ് ആൻഡ് സുഡോ എലമെൻറ്റ്സ് ഉണ്ട്. സുഡോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് കൊണ്ടുവരണം. ഇപ്പോൾ ഇതിപ്പോൾ ഹോവർ മാത്രമല്ല, ഹോവറിന് പകരം നമുക്കിപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഈ സുഡോ ക്ലാസ്സിൽ വരുന്നതാണ്. സുഡോ എലമെൻറ്റ്സ് ഉണ്ട്. സുഡോ എലമെൻറ്റ്സ് പറയുമ്പോൾ ഇപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം മാറണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഡോ ക്ലാസ്സും സുഡോ എലമെൻറ്റ്സും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിഡ്ത്തൊരു 500 px. ഹൈറ്റ് സെയിം ആയിക്കോട്ടെ, ഹൈറ്റ് വേറൊന്നും ചെയ്യാനില്ല. സോ ഇതിലിപ്പോൾ നമുക്ക് ട്രാൻസിഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കാം. സോ ട്രാൻസിഷൻ ഡ്യൂറേഷൻ, എത്ര ഡ്യൂറേഷൻ വേണം, ഒരു 2 സെക്കൻഡ് കൊടുക്കാം. ദെൻ ട്രാൻസിഷൻ പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയിലാണ് ട്രാൻസിഷൻ വർക്ക് ആവേണ്ടത്. നമുക്കിപ്പോൾ വിഡ്ത്തിലാണ് വർക്ക് ആവേണ്ടത്, വിഡ്ത്ത് കൊടുത്തു. സോ നെക്സ്റ്റ് ട്രാൻസിഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈസി ഇന്ന്, ഈസി ഔട്ട്, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, പ്രോപ്പർട്ടി വാല്യൂസ് ഉണ്ട്. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെ അപ്പിയർ ചെയ്യണം. അതായത് ഇതിപ്പോൾ ഈസി ഇൻ ഔട്ട് ആണെങ്കിൽ ആദ്യം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഒന്ന് സ്ലോ ആയിട്ട് പോകും. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് ലീനിയർ യൂസ് ചെയ്യാം. ലീനിയർ ആകുമ്പോൾ സെയിം രീതിയിൽ ലാസ്റ്റ് വരെ പോകും. ദെൻ ട്രാൻസിഷൻ ഡിലേ ഉണ്ട്. ഡിലേ എന്ന് പറഞ്ഞാൽ എത്ര ഡിലേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതിനാണ് ഡിലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെയാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ അല്ല, മെയിൻ ഡിബിലാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. എത്ര സെക്കൻഡ് ഡിലേ ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ നമുക്കിപ്പോൾ ഹോവർ ചെയ്താൽ ഒരു 1 സെക്കൻഡിന് ശേഷം 500 വരെ പോകും. സോ ഇതാണ് ട്രാൻസിഷൻ. സോ നമുക്കിപ്പോൾ വിഡ്ത്തിന് പകരം ഹൈറ്റ് കൊടുക്കാം. ഹൈറ്റ് കൊടുത്തിട്ട് ഞാൻ ഹൈറ്റ് ഒരു 500 ആക്കാം. 100. സോ ഹോവർ ചെയ്ത് 1 സെക്കൻഡിന് ശേഷം ഹൈറ്റ് അതുവരെ പോകും. ഇനി നമുക്ക് പാഡിങ് കൊടുക്കാം. വേണമെങ്കിൽ പാഡിങ് കൊടുത്തിട്ട് പാഡിങ് ഒരു 50 px കൊടുക്കാം. സോ പാഡിങ് ഫസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണത്. നമുക്കിവിടെ ഒരു പാഡിങ് കൊടുക്കണം. പാഡിങ് ഒരു 0 px കൊടുത്തിട്ട് 0 സ്റ്റാർട്ട് ചെയ്യാം. പാഡിങ് കൊടുത്തിട്ട് 50 px വരെ വലുതായി. സോ ഇതാണ് ട്രാൻസിഷൻ പ്രോപ്പർട്ടീസ്. സോ ട്രാൻസിഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ട്രാൻസിഷൻ എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് പാഡിങ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോപ്പർട്ടിയാണ്, നെക്സ്റ്റ് എങ്ങനെ അപ്പിയർ ചെയ്യണം, നെക്സ്റ്റ് എത്ര സെക്കൻഡിൽ അപ്പിയർ ചെയ്യണം. സോ ഇങ്ങനെ ഷോർട്ടനായിട്ടും നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ട്രാൻസിഷൻ. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫോം നോക്കാം. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ട്രാൻസ്ഫോമാണ് യൂസ് ചെയ്യുക. ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. നമുക്കിതിലിപ്പോൾ റൊട്ടേറ്റ് എക്സ് എടുക്കാം. എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യാം. ഒരു 95
95 ആംഗിൾ. ഇത് ട്രാൻസിഷൻ ഹോവർ ചെയ്യുമ്പോഴാണ് നടക്കേണ്ടത്. സോ റൊട്ടേറ്റ് എക്സ് യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിക്കണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് കോമ വേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ 95 നമുക്ക് റൊട്ടേറ്റ് എക്സ് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് ഹോവർ ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും. ഇനി നമുക്കിതിൽ ട്രാൻസിഷനും ട്രാൻസ്ഫോമും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് 95 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഹോവർ ചെയ്യുമ്പോൾ ജസ്റ്റ് റൊട്ടേറ്റ് ആവും. 95 റൊട്ടേറ്റ് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. സോ നമുക്കിനി ട്രാൻസിഷനും ട്രാൻസ്ഫോമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ട്രാൻസ്ഫോമും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ട്രാൻസിഷൻ പ്ലസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഒരു കോമൺ ഇട്ട് നമുക്കിവിടെ ട്രാൻസ്ഫോം ഒരു 2 സെക്കൻഡ് കൊടുത്താൽ മതി. സോ രണ്ടും കൂടെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിലും ഇത് റൊട്ടേറ്റ് ആവുന്നതാണ് സത്യം പറഞ്ഞാൽ. സോ ഇങ്ങനെ പലതരം ആനിമേഷൻസ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. ട്രാൻസ്ഫോമും ട്രാൻസിഷനും ചെയ്യാൻ കഴിയും. സോ ഇത് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. റൊട്ടേറ്റ് എക്സ് മാത്രമല്ല, വൈ ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ റൊട്ടേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇങ്ങനെ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ എല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോം ആണ്. ട്രാൻസിഷനിൽ ഓരോ ഡിലേയും പ്രോപ്പർട്ടീസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ട്രാൻസ്ഫോമും ട്രാൻസിഷനും കൂടെ ചെയ്തിട്ട് നമ്മളൊരു ഇത് ചെയ്ത് നോക്കി. സോ ഇതൊക്കെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോം. പിന്നെയും കുറേ വരുന്നുണ്ട്, ആനിമേഷൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമ്മുടെ പ്രോജക്റ്റിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മുടെ CSSൻ്റെ വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രൊജക്റ്റാണുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.